കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ആർ ലക്ഷ്മി ഇടുക്കി കലക്ടർക്ക് നൽകിയ റിപ്പോർട്ട് വിവാദിച്ചു. റിപ്പോർട്ട് വന്യമൃഗ സംരക്ഷണത്തിന്റെ നാളെ തൊട്ട് കുളിച്ചാലേ ചായ കിട്ടാ. എന്താ നാളെ മുതൽ നോമ്പ് തുടങ്ങണം. എന്താ മിണ്ടാത്തെ? ഒന്നുമില്ല. നിങ്ങൾ ഈ വെറുതെ ആളുകളെ താല്പര്യമില്ലാത്ത ആളുകളെ പിരികേറ്റിട്ട് ശബരിമല കേൾക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും പറഞ്ഞല്ലോ. എന്താ താല്പര്യം ഇല്ലാത്ത ഏട്ടാ? പിന്നെ പോവാം പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് കൊറേ വർഷമായി ഇങ്ങനെ മാറ്റി വയ്ക്കണു. ഇനി നടക്കില്ല. എന്തൊരു കഷ്ടാന്ന്. എന്തിനാ നിങ്ങൾ ഈ നിർബന്ധിക്കാൻ നിൽക്കണത്? നിങ്ങൾ എന്തിനാന്ന് ഇങ്ങനെ ദൈവത്തെ നിന്ദിച്ച് പറയണത്? മാത്രല്ല അതിനൊക്കെ പോണെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുപ്പ് വേണം. ഒന്നുമില്ല, നാളെ മുതൽ വ്രതം. 10-41 ദിവസം നോമ്പ് വേണമെന്ന്. നോമ്പ് വേണം. അതല്ലേ ഞാൻ പറഞ്ഞേ, നാളെ തൊട്ടാന്ന്. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ 10-41 ദിവസം? പിന്നെന്താ ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഏട്ടാ തമാശ കളിക്കല്ലേ. ഇത്തവണ എന്തായാലും പോയേ പറ്റുള്ളൂ. തക്കിളിക്ക് ഈ വർഷം കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അവളെ അവര് കൊണ്ടുപോക്കോളും. ആര്? നാത്തൂനല്ലാന്ന് ക്ലീറ്റസിലെ എവിടെ നടക്കണ ആരുമില്ലും പറയട്ടാ. അതെ, ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോകുന്നില്ല. എന്താ കൊണ്ടുപോയാലും ശബരിമലക്ക് എല്ലാവർക്കും പോവാം. അവിടെ ജാതി മതമൊന്നുമില്ല. എല്ലാവർക്കും പോവാലോ. പിന്നെന്താ? ക്ലീറ്റോ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ വന്നോട്ടെ. ഏട്ടനും പോണം എന്തായാലും. കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ അവൻ പൊക്കോളും. കൊച്ചിനെ കൊണ്ടുപോലും മാത്രല്ല, ഏട്ടനും പോണം. എന്തൊരു കഷ്ടായി പറയണത്. ഇന്നലെ അതിന്റെ പേരിൽ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് അതന്നെ ഞാൻ പറഞ്ഞ, അമ്മയുടെ ഇന്ന് നല്ലത് കിട്ടും. അമ്മ രണ്ടും കൽപ്പിച്ചേക്കണ. ഇത്തവണ എന്തായാലും പോയേ പറ്റുള്ളൂ. നാളെ മുതൽ വ്രതം. കേട്ടല്ല? എന്താ മൂളാത്തെ? ക്ലീറ്റസിനോടും കൂടെ പറ. എന്തിനാ ക്ലീറ്റസിനോട് പറയണേ? അല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോണത്? ഒറ്റയ്ക്കല്ല, തക്കിളിയും കൊണ്ടാ പോണ്ടേ. ക്ലീറ്റോ ചേട്ടൻ വരുവോ അതിന്? അവനോട് ചോദിച്ചു നോക്ക്. എന്താ അവൻ വരാതെ? അവന്റെ ഒച്ചല്ലേ? എന്നാ ഏട്ടൻ ചോദിക്ക്. ഞാൻ ചോദിക്കുന്നില്ല, നീ ചോദിച്ചു. എന്താ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോളാം. പിന്നെ എപ്പോഴും ചോദിക്കാം. പിന്നെ എപ്പോഴെങ്കിലും അല്ല, ഇപ്പൊ തന്നെ ചോദിക്കണം. എനിക്കറിയാം നിങ്ങൾ ചോദിക്കില്ലാന്ന്. ഞാൻ പോയി ചോദിച്ചോളാം. നീ ഒന്ന് എണീറ്റ് പോയതിന്റെ മുന്ന്. ഞാൻ എണീറ്റ് പോവല്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരും. നാളെ മുതൽ എന്തായാലും വ്രത. അങ്ങനെ ഉണ്ട് ഒരു മടി. നാത്തൂനെ ഇനി വന്നേ. എന്താ ഏട്ടന് ഇത്തവണ ശബരിമല പോവില്ലെന്ന്. പോവില്ലേ? എന്താ കാര്യം? ഇത്തവണത്തെ പുതിയ നമ്പർ എന്താണെന്നറിയോ? ക്ലീറ്റോ ചേട്ടൻ വന്നാലേ പോവുള്ളൂ. ഓഹോ, അതാകുമ്പോ ഒരിക്കലും നടക്കൂലല്ലോ. തക്കിളിയെ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ. ഈ വർഷം കൂടിയല്ലേ അവക്ക് പറ്റുള്ളൂ. അത് പറഞ്ഞിട്ട് പോലും കേൾക്കണില്ല. അവൻ എന്തായാലും വിളിച്ചേ. വന്നേ. എന്തേ? എന്താന്ന് ഞാൻ അങ്ങോട്ടാ ചോദിക്കണ്ടേ. ഇവിടെ അവിടെ എന്താ ഉദ്ദേശം? പിന്നെ പോവാന്ന്, അടുത്ത വർഷം പോവാ. വേണ്ട, പിന്നിക്കണ്ട അങ്ങനെ. ഇപ്പൊ തന്നെ അങ്ങ് പൊക്കോളണം. എടാ എത്ര കൊല്ലടാ നീ മല ചവിട്ടിയിട്ട്. പണ്ടെങ്ങാനും കുഞ്ഞിരാച്ചനെ എടുത്തിട്ട് പോയതാ. ഞാൻ പോയപ്പോ അവനെ വിളിച്ച്, അവൻ വന്നില്ല. അവനെ അപ്പ ഫ്ലൂ പെടുവിട്ട്. ഇത് ഈ താല്പര്യമില്ലാത്ത ആളുകളെ എന്തിനാണ് ഇങ്ങനെ പിരിഞ്ഞു പറഞ്ഞ് പിരികേറ്റിട്ടൊക്കെ പറഞ്ഞയക്കാൻ നിൽക്കുന്നത്? എന്താ നിനക്ക് താല്പര്യം ഇല്ലാത്തത്? അവന് മലയ്ക്ക് പോകാൻ പറ്റൂലെന്ന്. മലയ്ക്ക് എന്താ? ഞാൻ പോവാറില്ലല്ലോ. എന്റെ ഒന്ന് പോയി ചെയ്ത പാവങ്ങൾക്ക് ഇറക്കി വെച്ചിട്ട് വാ. ഇതിന്റെ പാട്ടിന് പോയ ക്ലീറ്റസ് അല്ലാണ്ട് ക്ലീറ്റോ ചേട്ടൻ വന്നാലേ പോവുള്ളൂന്ന്. വരാം വരാന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. ഒന്നീ വയസ്സാവണം, അല്ലെങ്കിൽ കൊച്ചായിരിക്കണം. ഈ ചെറുപ്പക്കാർ വരാന്ന്. ഞാൻ വരാന്ന് നീ എങ്ങനെ പറയും? ഞാനല്ലേ വരേണ്ടത് തീരുമാനിക്കാണ്. അങ്ങനെ തീരുമാനിച്ച എങ്ങനെയാ? നിന്റെ കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ നീ പോണം. കൊച്ചിനൊക്കെ വരാം. അതുപോലെയാണ് ഒരു സത്യക്രിസ്ത്യാനെ ഞാൻ ഇനി അയ്യപ്പനെ കാണാൻ പോണം. അയ്യപ്പനത് ഇഷ്ടപ്പെടൂല. അവിടെ അങ്ങനെ ഇല്ല. അയ്യപ്പനെ എല്ലാവരും ഒരുപോലെയാ. അല്ലാതെ ഒരാള് ക്രിസ്ത്യൻ ഒരാള് മുസ്ലിം അതൊന്നുമില്ല. അവിടെ ജാതി മതമൊന്നുമില്ല, ആർക്കും പോവാലോ. പക്ഷെ കുഴപ്പമുണ്ട്, അയ്യപ്പന് ഒരുപോലെയാണ്. പക്ഷെ ഞങ്ങളെ പുണ്യാളന്മാർക്ക് അത് ശരിയാവില്ല. അത് വലിയ പ്രശ്നം. ഒരു വർഗീയ ലഹള ഉണ്ടാവും. വേണ്ട, അത് വേണ്ട. പിന്നെ ആര് കൊച്ചിനെ കൊണ്ടുപോകും? കൊച്ചിനാളിന്റെ കൂടെ കൊണ്ടുപോകണം. വിളിച്ച വരൂലെന്ന് നീ അറിഞ്ഞോണ്ടല്ലേടാ കൊച്ചെ നീ ചോദിക്കണം. നീനൊക്കെ പോയാലെന്താ അവള് വരൂലേ നിന്റെ കൂടെ? പിന്നെ അല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ ഇത് പറഞ്ഞതാണ്. നോക്കിയേ ഇതിന്റെ വേറൊരു പ്രശ്നം എന്താ അറിയാമോ? 41 ദിവസത്തെ വ്രതം എങ്ങാണ്ട് ഇല്ലേ?
അതിനൊന്നും എന്നെ കിട്ടൂല അളിയോ. എനിക്ക് ഇച്ചിരി കരിച്ചതും പൊടിച്ചതും ഒക്കെ ഞാനൊരു നല്ല അച്ചായനാ. പിന്നെ വല്ലപ്പോഴും 2 അടിക്കണം. മീമാണം ഇല്ലാതെ ചോറ് തിന്നാൻ പോലും പറ്റൂല. ക്ലീറ്റോ ചേട്ടൻ വേണ്ട, ഏട്ടൻ പൊക്കോളും. നാളെ മുതൽ വ്രതമാണ് കേട്ടോ. മുഖം തെളിഞ്ഞില്ലല്ലോ. കളിയേ ഇല്ല. എന്താ നിന്റെ പ്രശ്നം എന്താ നിനക്ക്? എന്നാ പിന്നെ ഞാൻ വേറൊരു ഐഡിയ പറയാം. അടുത്ത ഐഡിയ ആയിട്ടുണ്ട്. അല്ല എന്തായാലും ഇപ്പൊ കൊച്ചിനെ പറഞ്ഞയച്ചില്ലേ പറ്റൂ. അതെ, അവർക്ക് ഈ വർഷം കൂടി പോകാൻ പറ്റുള്ളൂ. നമുക്ക് അമ്മയും കൊച്ചിനെയും കൂടിയാണ് മാലടിച്ചിട്ട് നമ്മുടെ സ്വാമിമാരൊക്കെ പോണില്ല ഇവിടുന്ന്. അവരെ കൂട്ടത്തിനോട് പറഞ്ഞയച്ചാലോ? അങ്ങനെയാണെങ്കിലേ അമ്മാവനും കൂടെ കൂട്ടി വിടാം. അതന്നെ എന്നല്ലേ നീ പറയാൻ പോണത്? അതൊന്നും ശരിയാവൂല. കൊച്ചിനെ കൊണ്ടുപോകുമ്പോ നീ തന്നെ പോണം. നിങ്ങൾക്ക് നോണാവില്ല മനുഷ്യ ഇത് പറയാൻ. എവിടെ നിന്റെ മേത്ത് വേദന ബാധ കയറിയിട്ടുണ്ട്. അതായിട്ട് നിനക്ക് ഇങ്ങനെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തത്. അല്ല, കൊച്ചിനെ കൊണ്ടുപോലല്ലേ പ്രധാനം. അതിന് അതല്ലേ ഇപ്പൊ നേർച്ചയുള്ളൂ. നിനക്ക് പോയാലും എന്താന്ന് എന്റെ എല്ലാത്തിനും പ്രാർത്ഥന കൊണ്ടാറ്റി ഇങ്ങനെ ഇരിക്കണത്. അല്ലെങ്കിൽ പണ്ടേ ഞാൻ പറയണില്ല. ശരിയാ ശരിയാ അളിയാ. എന്ന് ഇവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടെന്നിരിക്കൂല. വല്ലപ്പോഴും ഒക്കെ ചെന്നൊന്ന് പ്രാർത്ഥിക്ക് ചെല്ലളിയാ. ഈ ദൈവനിന്ദ കൊണ്ടാന്നേ ഇങ്ങനെയൊക്കെ. എടാ നിന്റെ വിഷമൊക്കെ അവിടെ പോയി കരഞ്ഞു പറ ചെറുക്കാ നീ. അതെ അതെ, ഇപ്പൊ പോയി പറയളിയാ. ഇതിപ്പോ എത്ര ദിവസത്തെ നോമ്പ് വേണമെന്നപ്പോ നിങ്ങൾ പറയണത്? 41 ഒരാഴ്ച നോമ്പെടുക്കുക. വേണ്ട, ഒരു 3 ദിവസം എടുത്തിട്ട് പോകും. അല്ലെങ്കിൽ എടുക്കണ്ട. 3 ദിവസം എടുത്ത് പോകുന്ന ആളുകളുണ്ട്. അയ്യോ വേണ്ട വേണ്ട, അതും വേണ്ട. നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി കയറി നേരെ അവിടെ പോയി ഇറങ്ങിക്കോ. 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം മലയ്ക്ക് പോവാൻ. എന്താണ് നിനക്ക് ഇത്ര വണ്ടി? അളിയാ വ്രതമൊക്കെ അതിന്റെ എടുക്കണം. ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേക്കാം. ഈ വർഷം നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ പിന്നത്തെ ഞാൻ പറയണില്ല, നിന്നെ കുടുംബത്തെ പറ്റൂല. ഉള്ള കാര്യം പറഞ്ഞേ. വേറെ കാര്യമുണ്ട്. 41 ദിവസത്തെ വ്രതം യവനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിണ്ടാതിരിക്കാമോ എന്റെ പൊന്നു ക്ലീറ്റോ? ഇനി അങ്ങനെയല്ല, വ്രതം നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം. പക്ഷെ മല കയറണ്ടേ? വേണ്ട, അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കണം കേറണോ വേണ്ടിയോ എന്നിട്ട് ഇങ്ങനെ ഒച്ചത്തിന് വിളിക്കണം സ്വാമിയേന്ന്. അപ്പൊ ഇറങ്ങി വരും കനകനെ കാണാൻ. അതെ, അയ്യപ്പൻ വന്ന് കണ്ട് വേറൊരു സംഭവം ഉണ്ടല്ലോ അവിടെ. ഈ പിന്നെ നടക്കാൻ പറ്റാത്തവർക്ക് ഇത് തോളിലെടുത്തോണ്ട് പോണ ഒരു ട്രോളി. അയ്യേ, അത് വയസ്സന്മാർക്കുള്ളതാ. ഇപ്പൊ ഇവന് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് വയസ്സായി നല്ല അർത്ഥം. അതിനൊക്കെ 10,000-3,000 ഉറുപ്പിക കൊടുക്കണം. സംസാരിച്ചേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കളിയാ. ഓ എന്റെ കനക, നിന്നെ സമ്മതിച്ച് ഞാൻ. അളിയാ ഞാനിപ്പോ അടുത്ത ആഴ്ച ഇവിടെ പോകണല്ലോ കുരിശുമലയില്. നിങ്ങൾ എവിടെയെങ്കിലും പോ. ആര് ചോദിച്ചു? എവിടെയെങ്കിലും പോയാൽ നിനക്ക് സമാധാനാവും അല്ലേ? ഇങ്ങനെ പോണു. എടാ നീ പറഞ്ഞിട്ട് പോടാ. പറഞ്ഞിട്ട് പോവോ? ആ പോവന്നെ, അല്ലാതെ എന്ത് ചെയ്യും? തീരുമാനിച്ചാ 41 ദിവസം മറക്കണ്ട. കൊച്ചിനെ കൊണ്ടുപോയാലേ പറ്റൂ. അതെ, നാളെ തൊട്ട് വ്രതം കേട്ടോ. ബാ അല്ല ജമന്തി, വേറെ കാര്യം ചോദിച്ചോട്ടെ. ഈ വ്രതം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നാക്കിനും ഒക്കെ വ്രതമല്ലേ? ഓ സമാധാനം. എനിക്ക് 41 ദിവസത്തേക്ക് സമസ്വസ്ഥമായിട്ട് നടക്കാം. ഇതിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയാ നല്ലത്. ആ എടോ, ഞാൻ ആകെ പെട്ടിരിക്കുകയാണെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുംപിടിയില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പൊ എന്നോട് മാലിടാനാ പറയണത്. ആ കൊച്ചിനെ കൊണ്ടുപോകണം, അതാണ് പ്രശ്നം. നിന്റെ വർത്താനം കേട്ട ഓർക്ക് വേണ്ടി പുറപ്പെട്ടു പോകാനാണ്. ശബരിമലക്ക് പോകാനല്ലേ? അതെ, നല്ല കാര്യമല്ലേ അത്? പോണം, നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ ഈ അതിന്റെ വ്രതം ഉണ്ടല്ലോ, കഠിനായിട്ടുള്ള വ്രതാടോ. എന്ത് കഠിനം? നിനക്ക് ഞങ്ങളുടെ നോമ്പ് അറിയാമോ? ഉമ്മിനീര് ഇറക്കാൻ പാടില്ല പകല് മുഴുവൻ. ഇത് ഇറച്ചിയും മുട്ടയും കഴിച്ചുകൂടുന്നല്ലേ ഉള്ളു, മീനും. അതിപ്പോ എന്താ കുഴപ്പം? എന്നാലും രാവിലെ നേരത്തെ എണീക്കണം, വെളുപ്പിന് കുളിക്കണം. എൻ്റെ കനക, ഇതൊക്കെ നല്ല കാര്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പോകേണ്ട ഒരു പുണ്യ സ്ഥലമാണ് ശബരിമല. അവിടെ ജാതി മതവ്യത്യാസമൊന്നുമില്ല. ക്രിസ്ത്യാനിക്കാ, മുസ്ലിമിനാ, ഹിന്ദുവിനാ, ആർക്ക് വേണേലും പോകാം. അവിടെ ഹരിവരാസനം പാടി നടക്കണ ആരുടെ പാട്ട് കേട്ടിട്ടാണ്? അതൊക്കെ ശരി തന്നെ. ദാസേട്ടൻ പാടിയ പാട്ടാണ്. അതുപോലെ വാവര് സ്വാമിനെ കാണാതെ 18-ാം പടി ചവിട്ടാൻ പറ്റൂല. മനസ്സിലായില്ലേ? സംഗതിയൊക്കെ ശരി തന്നെ. അപ്പൊ അത് നമ്മൾ പോണം, അതല്ലേ നല്ലത്. അച്ഛൻ പോയിട്ടുണ്ട് മുമ്പ്. മറ്റേ തങ്കത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഹലോ, എന്താ മാവാ? ഇപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടേ. അപ്പൊ ഞാൻ അവസാനം സമ്മതിച്ചു. പോവല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ, കൊച്ചിനെ കൊണ്ടുപോകണ്ടേ. ഞാനൊരു കാര്യം പറഞ്ഞാലോ, അമ്മാവൻ മാലയിട്ടിട്ട് അമ്മാവനും കൊച്ചും കൂടെ അങ്ങ് പോവോ? അല്ല വല്ല വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ശരി. പിന്നെ ഏതായാലും ഇപ്പൊ നോമ്പ് തുടങ്ങാൻ പോവല്ലേ, നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കൂടിയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേണ്ട 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 വേണ്ട
ഞാൻ പറഞ്ഞതേ ഉള്ളൂ വേണ്ട. ആ ഓക്കെ 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 ഓക്കെ. ആ ശരി ശരി. എന്താ വരാന്ന് പറഞ്ഞ? ഏയ് വേണ്ട, ചീത്ത പറയണം. ഞാൻ ആ ക്ലീറ്റസിനോട് കൂടെ വരണം എന്ന് പറഞ്ഞാണ്, പക്ഷെ കേൾക്കണ്ടാവും, വരുന്നില്ല. നല്ല കാര്യമായി. എന്നിട്ട് വേണം ശബരിമലയിൽ അയ്യപ്പന്റെ ഭണ്ണാരത്തിൽ അവൻ കൈയിട്ട് വരാൻ. നീ വേറെ പണി നോക്ക്. കനക ഇതിലെന്തിനാ ഇത്ര ആലോചിക്കാനിരിക്കണ? നീ ഇനി ഒന്നും ആലോചിക്കണ്ട. ഇത് നല്ല കാര്യമാണ്. നിനക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ. പോകാൻ തീരുമാനിക്കുന്നേ